ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയയും അതുപോലെ തന്നെ മുട്ടയുണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമോ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറൊക്കെ ആയിട്ടും കഴിക്കാം. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതും ആവാം. പിന്നെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, കുരുമുളക് പൊടി, ബേ ലീവ്സ്, നെയ്യ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള വേണം, തക്കാളി, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഗ്രാമ്പൂ, പട്ട, കറുവപ്പട്ട, ഏലക്ക, പെരിഞ്ജീരകം. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം, കറിവേപ്പില വേണം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 2 ഒക്കെ ആവാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ഒക്കെ, ഒരു 1/4 കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കരിഞ്ഞു പോവാതെ വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1 2 3 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഞാൻ ആ ഒരു പാനിലോട്ട് തന്നെ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ആ 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. മുട്ട ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ചിക്കി വരുമ്പോൾ നമുക്ക് മുട്ട കുറച്ചാണ് കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് മുട്ട ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ ഏത് മുട്ട വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. കാടമുട്ട വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ താറാവ് മുട്ട, നാടൻ മുട്ട, ഏത് മുട്ട വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മറ്റൊരു പാനിലോട്ട് ഒരു 2 3 സ്പൂണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു ബേ ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 3 4 ഗ്രാമ്പു, ഒരു 2 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, 1 സ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ആ ഒരു ഓയിലിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഒരു ബൗള് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 സവാള കനം കുറച്ച് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് നമുക്ക് എരിവിനായിട്ടുള്ള പച്ചമുളകാണ്. നമ്മളിതിൽ വേറെ എരിവിനായിട്ട് എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുണ്ടോ അതൊക്കെ ചേർത്ത് അവരെ കഴിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ചേർക്കുന്നില്ല. ഇനി നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു ഓയിലിൽ തന്നെ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സേമിയ വേവാനായിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു കെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു പെർഫെക്ഷനിലൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ വെള്ളം കുറച്ച് ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ്സാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ ഒരു വെള്ളത്തിലിരുന്ന് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടും നമുക്ക്.
അപ്പോൾ നമുക്കിത് വേവാനായിട്ടുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് അധികം വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളണം, അല്ലെങ്കിൽ അടി പിടിച്ചൊക്കെ പോകും. അപ്പോൾ നമ്മുടെ ഇതിൽ സേമിയ വെന്ത് വന്നിട്ടുണ്ട്, ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആ ഒരു പാനിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. എന്നാലാണ് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുഴഞ്ഞ് കെട്ടിയിട്ടൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് അവസാനം കിട്ടും. കാരണം കറക്റ്റ് വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കതിലോട്ട് നമ്മൾ ചെക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ആ പാനിലിട്ട് ചിക്കി എടുക്കാം കേട്ടോ, യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും ഇതൊരു ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബായ്, താങ്ക് യു.